ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്തുമോളെയാണ് കാണിക്കുന്നത്. ചന്തുമോളാണെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുവോ. അപ്പോഴത്തേക്കും ആദർശ് വന്നു. എന്താ മോളെ, മോളെന്താ വിഷമിച്ചിരിക്കുന്നത്? നയനാമ്മ ഇല്ലാത്തതുകൊണ്ടാണോ? അച്ഛാ, നയനാമ്മയ്ക്ക് കുഞ്ഞുവാവ ജനിച്ച എന്നെ എൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കുവോ? അതെന്താ മോളെ അങ്ങനെ ചോദിച്ചത്? അങ്ങനെ ഞങ്ങൾ മോളെ ചെയ്യോ? മോളുടെ സ്കൂളിലൊക്കെ മോളുടെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങളെയല്ലേ വിളിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ മോളെ ഉപേക്ഷിക്കോ? നയനാമ്മയ്ക്കൊരു കുഞ്ഞാവ ജനിച്ചാലും മോള് ഞങ്ങളുടെ ആദ്യത്തെ മോളാ. നയനാമ്മയ്ക്ക് ജനിക്കുന്ന കുഞ്ഞിൻ്റെ ചേച്ചിയാ മോള്. അങ്ങനെയുള്ളപ്പോൾ മോൾ ഇങ്ങനെയൊന്നും വിഷമിക്കരുത് കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതി അതെല്ലാം കേട്ടിട്ട് വിഷമിച്ചിരിക്കുന്നത് നല്ലതാണോ? നയനാമ്മയോട് മോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ നയനാമ്മ മോളോട് എന്താ പറഞ്ഞത്? അത് തന്നെയാണ് സത്യം. ഇനി വേറെ ആരും മോളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ ശ്രമിച്ചാലും അതൊന്നും കേൾക്കരുത്, മനസ്സിലായല്ലോ? ഇവിടെ മോളുടെ മനസ്സ് വേദനിപ്പിക്കാൻ ജലജ മുത്തശ്ശിയും നവ്യ ആൻറ്റിയും ഒക്കെ ഉണ്ടാവും. അവരുടെ ഒന്നും വാക്ക് കേൾക്കണ്ട കേട്ടോ. ശരി അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ചന്തുമോൾ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം ആദർശിന് നല്ല സങ്കടമായി. പാവം മോളുടെ മനസ്സ് ആരോ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതാരാണെങ്കിലും അവരെ വെറുതെ വിടരുത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജാനകിയാണ്. ജാനകിയാണെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഫ്രൂട്ട്സൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അനാമികയും പിന്നെ അനാമികയുടെ അച്ഛൻ വേണവും കൂടെ കാറിൽ വരിക. മോളെ, നിന്റെ അമ്മായി അമ്മ അവർക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അവർക്കിപ്പോൾ നിന്നോട് വെറുപ്പൊന്നും ഉണ്ടാവില്ല. മോൾ അങ്ങോട്ട് ചെല്ല്, എന്നിട്ട് അവരോട് സംസാരിക്കേ. ശരി അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമികയാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ കാറിൽ നിറങ്ങി നേരെ അങ്ങ് ചെല്ലുക. കാറിൽ നിറങ്ങി അങ്ങോട്ട് ചെന്നതും അമ്മേ എന്നും പറഞ്ഞു അച്ഛത്തിലൊരു വിളി. അത് കേട്ടതും ജാനകി തിരിഞ്ഞു നോക്കി. മോളായിരുന്നോ? ഞാൻ അമ്മയെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. വിളിക്കാനും പറ്റിയില്ല അമ്മേ. ഞാനും വിളിക്കണമെന്നും കാണണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു. ഞാനും നിന്നെ വിളിക്കണമെന്നും കാണണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. എന്തിനാ അമ്മേ എന്നും ആകാംക്ഷയോടെ അനാമികയുടെ ചോദ്യം. ഇത് കേട്ടതും നമ്മുടെ ജാനകി അനാമികയുടെ കാരണത്തിട്ട് ഒറ്റ അടി. ഇതിന് തന്നെ നിനക്ക് മതിയായില്ലേടി, വിളിച്ചോണ്ട് വന്നിരിക്കുന്നു അമ്മയെന്നും പറഞ്ഞ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ മോനെ നീ ആദ്യം ലോക്കപ്പിൽ കിടത്തി. അത് ഞാൻ അങ്ങ് സഹിച്ചു. പിന്നീട് നീ അവനെ ജയിലിൽ കിടത്താൻ നോക്കി. അത് മാത്രമാണോ മുത്തശ്ശനെയും മുത്തശ്ശിയും ഒക്കെ നീ കോടതി കയറ്റ്? അങ്ങനെയുള്ള നിന്നെ ഞാൻ എന്താ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുമെന്ന് കരുതിയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലെ അമ്മയെന്നും വിളിച്ചൊന്ന് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇനി അപ്പുറത്തെ കരണം അടിച്ച് പൊട്ടിക്കും ഞാൻ, മനസ്സിലായോടി എന്നും ചോദിക്കുക. അത് കണ്ടുകൊണ്ട് വേണു വരിക. എന്തു പറ്റി? താൻ അതിനകത്തുണ്ടായിരുന്നോ? താൻ കാരണത്തിരുന്നിട്ട് മകളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതല്ലേ? മകളുടെ കാരണം അടിച്ച് പൊളിച്ചതുപോലെ തൻ്റെയും തൻ്റെ ഭാര്യയുടെയും കാരണം അടിച്ച് പൊളിക്കേണ്ടതാ. ഇതുപോലെ മക്കളെ വളർത്തി വഷളാക്കുന്നതിന് തനിക്കൊക്കെ നാണമുണ്ടോടോ? മക്കളെ വളർത്തി വഷളാക്കിയതും പോരാ, എന്നിട്ട് നല്ല കുടുംബത്തിലേക്ക് കയറ്റിവിട്ട് ആ കുടുംബം നശിപ്പിക്കാൻ നോക്കുന്നോ? ചേറ്റേ, ഇനി മേലെ എൻ്റെ മുന്നിലേക്ക് വന്നു പോരുത്. അപ്പൊ നിങ്ങളും കൂറ് മാറിയല്ലേ? അത് കേട്ടതും എന്താണോ താൻ പറഞ്ഞത്? കൂറ് മാറിയെന്നോ? ഇപ്പോഴാണോ ഞാൻ ശരിയായ തീരുമാനം എടുത്തിരിക്കുന്നേ? ഇവള് കാരണം ഞാൻ എൻ്റെ മോനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല. എന്തായാലും ഇനി എനിക്കൊരു അബദ്ധം പറ്റില്ല. നിന്നെപ്പോലെ ഒരുത്തിയൊക്കെ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത് ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. നിന്നെയാണല്ലോ ഞാൻ ഉള്ളം കയ്യിൽ കൊണ്ട് നടന്നെന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും പേടി തോന്നുക. പേടി. മര്യാദയ്ക്ക് പൊയ്ക്കോ എൻ്റെ മുന്നിൽ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ ഒന്നും പോവുക. ഈ സമയമാണെങ്കിൽ കാണുന്നവരൊക്കെ ഇപ്പം നമ്മളെ തല്ലുവാണല്ലോ മോളെ. ഇതുപോലെ കഴിവുകെട്ട അച്ഛനുണ്ടെങ്കിൽ തല്ലല്ല, അതിന് മേലെയും കിട്ടും എന്നും പറഞ്ഞ് അനാമികയും പോയി കാറിലേക്ക് കയറുക. ഈ സമയം പിന്നീട് അനിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ജോലി ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഉഴപ്പുന്നത്? ഒരു കാര്യം പറയാം, ബിസിനസ്സാണിത്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ അത് വേണ്ടാന്ന് തന്നെ പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. നിങ്ങളെ കൊണ്ട് കഴിയില്ലോ? ഞാനിവിടെ വന്നതിന് ശേഷം എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ കണ്ടതിന് ശേഷം നിങ്ങൾ എന്താ ജോലി ഉഴപ്പാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുക. അയ്യോ ഇല്ല സാർ, ഒരു അബദ്ധം പറ്റി, സോറി സാർ എന്നൊക്കെ പറയാം. സോറി പറഞ്ഞിട്ട് കാര്യമില്ല, പറ്റിയ അബദ്ധം തിരുത്താൻ നോക്കുക. ഇനി മേല ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായ എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ പോയിരിക്കാം, മനസ്സിലായല്ലോ? ശരി സാർ, സോറി സാർ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക. ഇതെല്ലാം നന്ദു വീഡിയോ കോൾ വഴി കാണുമായിരുന്നു. എന്നിട്ട് അനിയെ വിളിച്ചു. ഹലോ അനി, എന്താടി? എടാ, നിന്റെ പെർഫോമൻസ് ഒക്കെ കൊള്ളാലോടാ, നല്ല സ്മാർട്ടായിട്ടാ നീ ജോലി ചെയ്യുന്നത്. അതേടി, കാരണം ഇവിടെ ഇപ്പം എല്ലാവരും കിടന്ന് ഉഴപ്പ് വന്നേ.
എല്ലാവരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും എല്ലാം ഉഴപ്പാൻ തുടങ്ങി. അപ്പൊ പിന്നെ ദേഷ്യം വരാതിരിക്കോ? നല്ലതാ നല്ലതാ, ഇത്തിരി പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയൊക്കെ നിർത്തിക്കോ, ഇല്ലെങ്കിലേ അവരൊക്കെ തലേ കയറും. അത് ശരിയാ, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ നല്ല പറഞ്ഞത് മുഖത്ത് നോക്കി. എന്തായാലും ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. ഞാനേ ജോലി തിരക്കില്ല. എല്ലാ സ്റ്റാഫുകളെ വഴക്ക് പറഞ്ഞിട്ട് ഞാൻ കാമുകിയുമായിട്ട് സൊള്ളിക്കൊണ്ടിരുന്ന അവരെന്ത് പറയും? എന്നാ ശരിയടി, ഞാൻ പിന്നെ വിളിക്കാം. ശരി അനി എന്നും പറഞ്ഞുകൊണ്ട് അത് ഫോൺ കട്ട് ചെയ്യുക. എൻ്റെ അനി സ്മാർട്ടാ. ഇനി അവനെ കല്യാണം കഴിക്കാൻ അവൻ്റെ അമ്മ സമ്മതിച്ചില്ലെങ്കിലും എങ്ങനെയെങ്കിലും അവനെ കല്യാണം കഴിക്കണം, ഇല്ലെങ്കിൽ അതെനിക്ക് വല്ലാത്തൊരു നഷ്ടമായി മാറും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. ദേവയാനി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അമ്മ ചന്തുമോളുടെ മനസ്സിലേക്ക് ഓരോരുത്തർ വിഷം കുത്തി നിറച്ചുകൊണ്ടിരിക്കുക. ഇത്രയും നാളും ജാനകി അത് ചെയ്തുകൊണ്ടിരുന്നേ, ഇനി നവ്യയും കൂടെ ജലജ അത് ചെയ്തുകൊണ്ടിരുന്നേ, ഇനി നവ്യയും കൂടെ ചേർന്ന് ചെയ്യും. നവ്യയുടെ കാര്യം പിന്നെ പ്രത്യേകം പറയണ്ട. അവളിപ്പോൾ കട്ടക്കലിപ്പിൽ നടക്കുക മോനെ. അവളുടെ ഭർത്താവിനെ ജയിലിലാക്കിയതിൻ്റെ ദേഷ്യം മുഴുവനും അവൾ നമ്മളോടൊക്കെ തീർക്കും. അത് ശരിയാമ്മേ, അവളുടെ ഭർത്താവ് കുറ്റം ചെയ്തുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്. അഭി എന്ത് വലിയ തെറ്റാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അമ്മേ? അറിയാം മോനെ, പക്ഷെ നമ്മളെന്ത് പറഞ്ഞാലും അത് അവളുടെ തലേ കയറില്ലല്ലോ. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും ഓരോന്ന് പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റണം, അല്ലെങ്കിൽ ശരിയാവില്ല. എല്ലാ സത്യങ്ങളും അവൾ അറിയണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ അവളുടെ ജീവിതം അവസാനിപ്പിക്കും. അതുകൊണ്ടാണ് ഒന്നും പറയാത്തത്. ഇപ്പൊ തന്നെ തുള്ളിക്കൊണ്ട് നടക്കുക. ഈ തുള്ളലങ്ങ് അവസാനിക്കാൻ 1 മിനിറ്റ് മതി. അത് മനസ്സിലാക്കാതെയാ അവളിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം കൂടെ ഓരോന്നിങ്ങനെ വന്ന് തലയിൽ വീണോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക ഇത് ദേവയാനി ആദർശൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം അനി വരിക. എങ്ങനെയുണ്ടടാ ജോലിയൊക്കെ? സ്റ്റാഫുകളൊക്കെ എന്നെ കണ്ടപ്പോൾ ഉഴപ്പാൻ തുടങ്ങി ആദർശേട്ടാ. ഇന്നെല്ലാത്തിനെയും വിളിച്ച് ഇന്നലെ താക്കീത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും 1ാം സ്ഥാനത്ത് നിൽക്കണം, പിന്നെ പോകരുതെന്ന് പറഞ്ഞിട്ടുമുണ്ട്. നന്നായിടാ മോനെ. എന്തായാലും ഇതുപോലെ തന്നെ സ്ട്രോങ് ആയി നീ മുന്നോട്ട് പോയാൽ നമ്മുടെ ബ്രാഞ്ച് ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തും. ഇഷ്ടംപോലെ ബ്രാഞ്ച് ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കും. എൻ്റെ ഏട്ടാ, ഇത് തന്നെ എനിക്ക് തലയിൽ കയറ്റി വെക്കാൻ പറ്റുന്നില്ല. ഇനിയൊരു ബ്രാഞ്ച് തന്നെ ഏൽപ്പിക്കല്ലേ? എനിക്ക് അതിനുള്ള പക്വതയൊന്നും ആയിട്ടില്ല. ശരി, എല്ലാം നിന്റെ ഇഷ്ടം പോലെ. എന്തായാലും ഇപ്പോൾ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി. എന്തൊക്കെയായാലും നിനക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടടാ. ശരി. അല്ല, നീ എന്തത് നേരത്തെ വന്നത്? എന്താണെന്നറിയില്ല ആദർശേട്ടാ, അമ്മ വിളിച്ചിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞു. എന്തിന്? അതൊന്നും അറിയില്ല. അമ്മയ്ക്ക് ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. അത് ശരിയാ. ചിലപ്പോൾ നന്ദുവുമായിട്ടുള്ള ബന്ധം സമ്മതിക്കാനായിരിക്കും അമ്മ വിളിച്ചത്. അതുകൊണ്ട് നീ ചെന്ന് ചോദിക്കേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും നോക്കാനില്ല ആദർശേട്ടാ. ഞാനും അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുക. ഈ സമയം എന്തിനാടാ പോലെ വെറുതെ അവര് പ്രതീക്ഷ കൊടുക്കുന്നത്? പാവാനി, അവൻ ഇപ്പൊ സന്തോഷത്തോടെയാണ് പോയിരിക്കുന്നത്. ജാനകിക്ക് ഒരിക്കലും നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളതൊന്നുമില്ല. അവൾ അതിന് സമ്മതിക്കത്തുമില്ല. ഇനി അവൾ സമ്മതിച്ചാലും നവ്യെ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് സ്വപ്നം കാണാനുള്ള വകയൊന്നും നീയായിട്ട് ഉണ്ടാക്കരുത്. അല്ലമ്മേ, ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞേ ഉള്ളൂ. എനിക്ക് ചിലപ്പോൾ മനസ്സിൽ തോന്നിയതാണെങ്കിലോ, ചിലപ്പോൾ അത് സത്യമായാലോ. കാരണം ഇളയമ്മയുടെ മനസ്സ് മാറിയ പിന്നെ എനിക്ക് ഒന്നും നോക്കണ്ടല്ലോ. നന്ദുവിൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞ് എങ്ങനെയെങ്കിലും മാറ്റിയെടുത്തോളും. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇളയമ്മ മനസ്സ് മാറിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതിങ്ങനെ നിൽക്കും ആദർശ്. ഈ സമയം ജാനകിയെ കാണിക്കുന്ന. ജാനകി വിഷമിച്ചിരിക്കുമ്പോൾ അനിയെ അങ്ങോട്ട് ചെല്ലും. അമ്മേ, മോനെ വാ മോനെ എന്നും പറഞ്ഞ് അനിയെ വിളിച്ചു. എന്നിട്ട് അനിയുടെ മുന്നിൽ നിന്ന് ഭയങ്കര കരച്ചില്ല. അമ്മ എന്തിനാ കരയുന്നേ? മോനെ, അമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. നിന്നെ അമ്മ എന്തോരം വേദനിപ്പിച്ചിട്ടുണ്ട്. അനാമിക എന്ന രാക്ഷസി കാരണം ഒരുപാട് മോനെ ഞാൻ തള്ളി പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഞാൻ നിന്നെ അകറ്റി നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും എന്നെ വെറുക്കാതെ മോൻ എൻ്റെ അടുത്തേക്ക് തന്നെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞ് അനാമികയെ ചേർത്ത് പിടിക്കുക ചെയ്തത്. ഈ അമ്മ എൻ്റെ മോനോട് ഒരുപാട് തെറ്റ് ചെയ്തു. സത്യങ്ങൾ മനസ്സിലാക്കിയില്ല. സ്വന്തം മോനെ മനസ്സിലാക്കാതെ വലിഞ്ഞു കയറി വന്നവളെ മാത്രം നോക്കി സ്നേഹിച്ച് നിന്നവളാണ് ഞാൻ. അതിന് എനിക്ക് എത്ര ശിക്ഷ തന്നാലും മതിയാവില്ല. എൻ്റെ മോൻ അമ്മയോട് പൊറുക്കണം. എൻ്റെ മോൻ ഒരുപാട് അനുഭവിച്ചില്ല അവൾ കാരണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജാനകി അനിയുടെ താടിയിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ തലോടുക. ഈ സമയം നമ്മുടെ അനി, എന്തായാലും അമ്മ, അതൊക്കെ അമ്മയ്ക്ക് മനസ്സിലായല്ലോ. ഞാനത് അമ്മയോട് അന്നേ പറഞ്ഞല്ലോ. എല്ലാം മനസ്സിലാകുമ്പോൾ അമ്മയ്ക്ക് അവളുടെ സ്വഭാവം മനസ്സിലായി. എല്ലാം ശരിയാവുമെന്ന്. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം.
അനാമിക എന്ന് പറയുന്നവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയത് തന്നെ എൻ്റെ ഭാഗ്യമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി സങ്കടപ്പെട്ട് നിൽക്കുക. ആമേ, ഒരു കാര്യം, എല്ലാം ഇപ്പോൾ കലങ്ങി തെളിഞ്ഞില്ലേ. ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണുണ്ടെങ്കിൽ അത് അവൾ മാത്രം. ആരെക്കുറിച്ച് നീ പറയുന്നേ? നന്ദു, ദേ അനി, എല്ലാത്തിനും ഞാൻ സപ്പോർട്ട് ചെയ്യാം, പക്ഷെ അതിനെ മാത്രം ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഒരു വീട്ടിൽ നിന്ന് 3 പെൺകുട്ടികൾ ഇവിടെ വേണ്ട. അതെന്താമേ അങ്ങനെ? നന്ദുവിനെ എനിക്കിഷ്ടമാണ്, അവൾക്ക് എന്നെയും. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അമ്മ കല്യാണം നടത്തി തരുമല്ലേ വേണ്ടത്. പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല, അത് നടക്കില്ല. ഇപ്പം തന്നെ അവൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ പലരും ഇവിടെ ശ്രമിക്കുന്നുണ്ട്. അവളുടെ ചേച്ചി തന്നെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. അങ്ങനെയുള്ളപ്പോൾ നീ പറയുന്നത് പോലെ ഒന്നും നടക്കില്ല. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ആ നന്ദു ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല, മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുക. ശേ, എന്താ അമ്മ ഇത്? ഒന്നുമില്ല, ഞാൻ പറയുന്നത് അങ്ങ് കേട്ട് ജീവിച്ചാൽ മതി. നിനക്കൊരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് തന്നെയായിരിക്കും. അനാമികയെ പോലെ ഒരുത്തിയല്ല, നല്ല മനസ്സുള്ള ഒരുത്തിയെ, മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് അനിയെ താക്കീത് ചെയ്യുക. ഇത് കേട്ടതും അനിക്ക് ഭയങ്കര സങ്കടപ്പെട്ട് അനി അവിടെ നിന്നും നേരെ പോവുക. ഈ സമയം ജാനകി, എന്തൊക്കെ സംഭവിച്ചാലും ശരി, നന്ദുവിനെ ഇങ്ങോട്ട് അവൻ കല്യാണം കഴിച്ച് വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പിന്നീട് കാണിക്കുന്ന നന്ദുവിനെ അനിയാണ്. എടി, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. അമ്മയ്ക്ക് നിന്നെ അങ്ങോട്ട് കൊണ്ടുവരാൻ തീരെ താല്പര്യമില്ല. ഇന്ന് അമ്മ എന്നെ വിളിച്ച് സ്നേഹത്തോടെയൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ നിന്റെ കാര്യം അവതരിപ്പിച്ചു. പക്ഷെ അതിൽ മാത്രം അമ്മ വാശി കാണിക്കുക. അതെന്താണെന്ന് അറിയില്ല. ആദ്യം മുതലേ അമ്മ വാശി കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ അനി, അതുകൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അമ്മ സമ്മതിക്കുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലടാ, എല്ലാവരുടെയും മനസ്സ് മാറിയില്ലേ. മുത്തശ്ശനും മുത്തശ്ശിയും ആദർശേട്ടനും അമ്മയും പിന്നെ നയനേച്ചിയും എല്ലാവരും മാറിയില്ലേ. അതുപോലെ നിന്റെ അമ്മയും മാറും. അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം അനി ആകെ വിഷമിച്ച് നിൽക്കുക. എന്തിനാ വിഷമിക്കുന്നത്? ഇപ്പം നിന്റെ ചേച്ചിയും പോലും ആ വീട്ടിലേക്ക് നിന്നെ കയറാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നടക്കുക. അതിൻ്റെ സങ്കടമുണ്ട് എനിക്ക്. സാരമില്ല, ചേച്ചി പറഞ്ഞോട്ടെ. അബിയെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയാതെയുള്ള ചേച്ചിയുടെ തുള്ളല, ആ തുള്ളൽ അങ്ങ് മാറിക്കോളും. അബി ആരാണെന്നും എന്താണെന്നും അറിഞ്ഞു കഴിയുമ്പോൾ എന്തായാലും അബിയെ ഒരിക്കലും ഇനി ചേച്ചിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. കാരണം സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും. അബി എന്ന് പറയുന്നവൻ ചേച്ചിയെ വേദനിപ്പിച്ചതൊക്കെ പുറത്തേക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ ചേച്ചിയോട് അവൻ ചെയ്ത ക്രൂരതകളും എല്ലാം അനഘേച്ചിയോട് ചെയ്തതും ഒക്കെ പുറത്തേക്ക് വരും. എല്ലാം ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. സ്വർണ്ണക്കടത്തിൽ മാത്രമേ ഇപ്പോൾ പുറത്തേക്ക് വന്നത്. അതിനു മുമ്പ് അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. എല്ലാം നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നന്ദുകൻ നിൽക്കുക. ഈ സമയം ഇത് ഫോൺ വിളിക്കുക. അതായത് നവീൻ. നവീനെ വിളിക്കുന്നേ. ഫോൺ എടുക്കാനി. അപ്പോൾ ഹലോ, എടാ നവീനെ. എടാ അനി, നീ എവിടെയാടാ? അത് ഞാൻ നിൻ്റെയും എൻ്റെയും സുഹൃത്തിൻ്റെ അടുത്താണ് ഉള്ളത്, നന്ദുവിൻ്റെ. ആണാ? എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നമ്മളെപ്പോഴും പോകാറുള്ള ഹോട്ടലില്ലേ, അവിടേക്ക് വാ. ശരി, ഇപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് അനി ഫോൺ കട്ട് ചെയ്യുക. നന്ദു, നവീന് നമ്മളെ കാണണമെന്ന്. എന്തിനാ നവീനേട്ടൻ കാണണമെന്ന് പറഞ്ഞേ? അതൊന്നും അറിയില്ല. നമ്മൾ അന്ന് പോയ ഹോട്ടലിലേക്ക് വരാനാ പറഞ്ഞത്. എന്തായാലും അവന് കുറച്ച് പാർട്ടി കൊടുക്കാനുണ്ടായിരുന്നു. വാ, നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ കയറി പോവുക. ഈ സമയം അവിടെ നവീൻ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. എന്തായി? അല്ല, നിങ്ങൾ രണ്ടുപേരും നല്ല ഹാപ്പിയാണല്ലോ. ഞങ്ങൾ ഹാപ്പിയാ. നിന്റെ കാര്യം ഓർത്തിട്ട് കൂടുതൽ ഹാപ്പി. കാരണം നീ ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്നും ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞ് നിന്നെ സഹായിക്കണമെന്നും നീ എന്നോട് പറഞ്ഞില്ലേ? അതൊക്കെ വേണം. എന്നാ പെൺകുട്ടി ആരാണെന്ന് പറ. അത് കേട്ടതും നമ്മുടെ നവീൻ, അതിനൊക്കെ സമയമുണ്ട്, അതിപ്പോൾ പറയില്ല, പറയാറാവുമ്പോൾ പറയാം. അല്ല നവീനേട്ടാ, പെൺകുട്ടിക്ക് നവീനേട്ടനെ ഇഷ്ടമാണോ ഇല്ലെങ്കിൽ വൺ സൈഡ് ലവ് ആണോ? അത് കേട്ടതും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, അങ്ങനെ ഇഷ്ടമല്ല എന്നങ്ങനെ പറഞ്ഞാലോ? അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി പെൺകുട്ടിയോട് കാര്യം പറ. ഇല്ലെങ്കിൽ പെൺകുട്ടികളുടെ മനസ്സാ വേറെ ആരെങ്കിലും കയറി കൂടിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. ഞാൻ കണ്ട പെൺകുട്ടി അങ്ങനെ വേറെ ആരെയും മനസ്സിൽ കൊണ്ടുകൊണ്ടൊന്നും നടക്കുന്നില്ല എന്ന് എൻ്റെ വിശ്വാസം. വിശ്വസിച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല നവീനേട്ടാ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളാ, അവരുടെ മനസ്സിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടെല്ലാം നമ്മൾ തുറന്നു പറയണം. എന്തായാലും സമയമാവട്ടെ. ഇപ്പം തന്നെ എടുത്തു ചാടി ഓരോന്ന് പറയണ്ടല്ലോ എന്ന് കരുതിയിട്ട നന്ദു. എന്തായാലും പറയേണ്ട സമയമാകുമ്പോൾ എല്ലാം തുറന്നു പറയണം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടും. എന്നാ പിന്നെ നവീനേട്ടൻ്റെ ഇഷ്ടം പോലെ. എടാ, എത്രയും പെട്ടെന്ന് കല്യാണമൊക്കെ ഫിക്സ് ചെയ്തിട്ട് നീ ഞങ്ങൾക്കൊരു പാർട്ടി താ. ഞങ്ങൾ മാത്രം പാർട്ടി തന്നാൽ മതിയോ? ഇവള് നമുക്ക് പാർട്ടി ഒന്നും തന്നിട്ടില്ലല്ലോ. ജോലി കിട്ടിയതിന് ശേഷം ഇവള് നമുക്ക് പാർട്ടി തന്നോ?
അത് ശരിയാ, ജോലി കിട്ടിയതിന് ശേഷം നന്ദു പാർട്ടി തന്നിട്ടില്ല അല്ലേ? എന്നാ പിന്നെ അത് ഒരുമിച്ചാക്കാം. നിന്റെ കല്യാണം, നവീനേട്ടന്റെ കല്യാണം ഫിക്സ് ചെയ്യുന്ന പാർട്ടിയും എനിക്ക് ജോലി കിട്ടിയ പാർട്ടിയും എല്ലാം ഒരുമിച്ച് നടത്താം. എന്താ പോരെ? മതി എന്നും പറഞ്ഞോണ്ട് അവരിങ്ങനെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. പക്ഷെ നന്ദു അനിയെ നോക്കി കഴിക്കുമ്പോൾ നവീനാണെങ്കിൽ നന്ദുവിനെ നോക്കി കഴിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.